റീസെൻ്റായി നടന്നൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഒരുപാട് നിലകളുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ 26-ാം നിലയിൽ നിന്നൊരു കുട്ടി റാഗിങ്ങിനെ സഹിക്കാൻ വയ്യാതെ അവിടെ നിന്ന് എടുത്ത് ചാടുകയും ആ കുട്ടി സ്വയം ഇല്ലാതാവുകയും ചെയ്തിരിക്കുന്നു. അത് ജനുവരി 15-ാം തീയതിയാണ് ആ ഇൻസിഡൻറ്റ് നടക്കുന്നത്. നടൻ പൃഥ്വിരാജ് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിരുന്നു. സഹാനുഭൂതി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം പാഠം, അത് വീടുകളിലായാലും സ്കൂളുകളിലായാലും കുടുംബങ്ങളിലായാലും എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ആളുകളും കുട്ടികളെ പറ്റിയുള്ള കൺസേണും അവരുടെ മൊത്തത്തിലുള്ള ചിന്താരീതിയും അതിലേക്ക് വയലൻസ് വരുന്നതിൻ്റെ അളവിനെ പറ്റിയൊക്കെ ആകുലതപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്താ കുട്ടികൾക്ക് സംഭവിക്കുന്നത്? നമുക്കിത് തീർച്ചയായിട്ടും ഈ വിഷയം സെലക്ട് ചെയ്തതിൽ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. പക്ഷേ ഇത് വേദന നിറഞ്ഞ ഒരു കാലം പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നുക. കൺസൾട്ടേഷൻസിൽ വരുമ്പോഴും പഴയ കുട്ടികളല്ല നമുക്കിപ്പോൾ വരുന്നത്. കുട്ടികളുടെ ഋതം മാറിയാണ്. ഇതിൽ കുട്ടികളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ നമുക്കറിയില്ല. കാരണം കുട്ടികൾ ഈ സമൂഹത്തിൽ തന്നെയാണ് വളരുന്നത്. അവരെന്ത് കാണുന്നോ അവരെന്ത് കേൾക്കുന്നോ അത് അവരെ അനുകരിക്കും. ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ ഈ ഒരു കേസിൽ തീർച്ചയായിട്ടും വളരെ നിർഭാഗ്യകരമായൊരു കേസാണ്. അപ്പോൾ ഒരുപക്ഷെ വാർത്തയിൽ കണ്ടതനുസരിച്ചിട്ട് എനിക്ക് ഡയറക്റ്റ് ഇൻഫർമേഷൻ ഇല്ല, വാർത്തയിൽ കണ്ടതനുസരിച്ചിട്ട് ഇപ്പോൾ ഈ ഇരയായി മാറിയ അല്ലെങ്കിൽ ജീവിതം നഷ്ടപ്പെട്ടു പോയ ഈ വിദ്യാർത്ഥിയെ ഉപദ്രവിച്ചതും കുറച്ച് കുട്ടികൾ തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്ക് പണ്ട് റാഗിങ്ങിൻ്റെ പേരിലാണെന്ന് നമ്മൾ പറയുന്നു. അത് അതിക്രൂരമായ രീതിയിൽ അല്ലെങ്കിൽ അത്രമാത്രം അവഹേളന വരുന്ന രീതിയിൽ മനസ്സ് മുറിയുന്ന രീതിയിലേക്ക് റാഗിങ് ചെയ്തു എന്ന് പറയുന്നതും തിരിച്ചറിവ് നഷ്ടപ്പെട്ടതുപോലുള്ള കുട്ടികളാകുമ്പോൾ കുട്ടികൾക്ക് എങ്ങനെയാണ്, പണ്ടൊക്കെ നമുക്ക് കളിയാക്കാറുണ്ട്, ഒക്കെ പലപ്പോഴും കളിയാക്കലുകളൊക്കെയാണ്, നമ്മളൊക്കെ അതിജീവിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കളിയാക്കലുകൾ എന്ന് പറയുന്ന ഈ റാഗിങ്ങൾ എന്ന് പറയുന്ന പോലും അത് ക്രൂരമാകുന്നുണ്ടെങ്കിൽ ഈ ക്രൂരമായിട്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുമെന്നുള്ള മോഡലുകൾ കുട്ടികൾ എവിടെ നിന്നാണ് കാണുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മോഡൽ കാണുന്നതും ഈ സമൂഹത്തിൽ നിന്ന് തന്നെയാണ്, മറ്റ് പത്രവാർത്തകളിൽ നിന്നും, അല്ലെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പലപ്പോഴും സിനിമകളിൽ വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പല പല കാര്യങ്ങൾ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സിനിമ സപ്പോസ് സിനിമയ്ക്കെതിരെ പറയുകയല്ല, ചിലപ്പോൾ കൂടുതലായിട്ട് സിനിമയായിക്കോട്ടെ, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിൻ്റെ മറ്റു പല സാധ്യതകളായിട്ടെ, ലോകത്തിൽ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളായിക്കോട്ടെ, ഒരുപക്ഷെ മറ്റ് മാധ്യമങ്ങളിലൂടെ വരുന്ന പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്തിട്ടായിക്കോട്ടെ, ഇവർക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ രീതി ചെയ്യാം, ഈ രീതിയിൽ അങ്ങ് ചെയ്ത് കളയാമെന്നുള്ള രീതിയിലേക്കുള്ള ടെററുകൾ കൂടി വരുന്ന ഒരു കാലത്ത് ഇതിനെ അതിജീവിക്കാൻ പറ്റാതെ പലപ്പോഴും തകർന്നു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ സമപ്രായക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആരോടും പങ്കുവെക്കാൻ പോലും പറ്റാത്തൊരു മനക്ലേശത്തിൽ നിന്നായിരിക്കാം ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തിയിലേക്ക് പോയത്. 2 ഡയമെൻഷനാണ് നമുക്കിവിടെ പ്രശ്നം വരിക. ഒന്ന്, ഈ പ്രവൃത്തികൾ ചെയ്ത കൂട്ടുകാരും അവർ പൂർണ്ണ ബോധ്യത്തിലോ സുബോധത്തിലോ ആണ് ചെയ്തതെന്ന് ഞാൻ കരുതുന്നില്ല. അവരും കുട്ടികളാണ്. അവർ തീർച്ചയായിട്ടും ഒരു കറക്ഷന് അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് വിധേയമാകേണ്ടതുണ്ട്. കൗൺസിലിങ്ങിലേക്കും ഒരു മാറ്റത്തിലേക്ക് വരേണ്ടതുണ്ട്. അവരുടെ ക്രിമിനൽ മൈൻഡ് സെറ്റിനെ നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതുണ്ട്. അത് മാറേണ്ടതുണ്ട്. ഒരു പ്രശ്നത്തിലൂടെ കടന്നു വന്ന കുട്ടിക്ക് അമ്മയോടോ അച്ഛനോടോ ഏറ്റവും വേണ്ടപ്പെട്ടവരോട് തുറന്നു പറയാൻ പറ്റാതെ, അതിൻ്റെ ഷോക്കിൽ നിന്നും മോചനം പ്രാപിക്കാൻ പറ്റാതെ, അതിനെ തുടർന്നാണ് ജീവനൊടുക്കപ്പെടുന്ന തലത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർ ഒരുപക്ഷെ അവിടെ അതും ഒരു വലിയ പ്രശ്നമാണ്. ഏതൊരു പ്രശ്നവും നമുക്കെതിരെ വരുമ്പോഴും ജീവൻ അവസാനിപ്പിക്കുക, ഇല്ലാണ്ടാവുക എന്നതിലേക്ക് ചിന്ത കടന്നു പോകുന്ന തരത്തിലേക്ക് ട്രോമ അല്ലെങ്കിൽ ഹീലിംഗ് കിട്ടപ്പെടാത്ത രീതിയിലേക്കൊരു മനസ്സ് കടന്നുപോയത് വലിയ അപകടകരമാണ്. എന്ത് പ്രശ്നമായിക്കോട്ടെ, അത് അമ്മയോടോ അച്ഛനോടോ തുറന്നു പറഞ്ഞതിന് പരിഹാരത്തിലേക്ക് ശക്തമായിട്ട് തിരിച്ചു വരാൻ തക്കവണ്ണം മനസ്സിനെ പരിശീലിപ്പിക്കാത്ത വിദ്യാഭ്യാസം, അത് ഏത് സിലബസ് ആണെങ്കിലും അതും അപകടകരമാണ്. കാരണം നമുക്ക് പരിക്കുകൾ പറ്റാം, മാനസിക ക്ലേശങ്ങൾ വരാം, ചെറുതും വലുതുമായിട്ടുള്ള പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാം, വലിയ ദുരന്തങ്ങൾ കടന്നു പോകാം. അപ്പോൾ ഈ കുഞ്ഞിനത് സാധിച്ചില്ല എന്ന് പറയുന്ന കുഞ്ഞിനെ കുഴപ്പമായിട്ടല്ല ഞാൻ പറയുക, പക്ഷേ തനിക്ക് അതിനെ അതിജീവിക്കാൻ പറ്റാതെ പോകുമ്പോൾ നമുക്ക് ആ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നുള്ളത് സമൂഹത്തിൻ്റെയും വിദ്യാഭ്യാസ സിസ്റ്റത്തിൻ്റെയും ഒക്കെ ഒരു പ്രശ്നമായിട്ടും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ കുട്ടികളെ റാഗ് ചെയ്ത കുട്ടികളെ പറ്റി കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ ആക്ടിവിറ്റീസ് മുമ്പൊക്കെ ഈ മെഡിക്കൽ കോളേജുകളൊക്കെ സംബന്ധിച്ച് നടന്നിട്ടുള്ള ചില റാഗിങ് കേസുകളുടെയൊക്കെയും ഒരു പടി മുകളിലാണ് അവർ ചെയ്തിട്ടുള്ള റാഗിങ്. അതായത് ടോയ്ലറ്റ് സീറ്റ് നാക്കുകൊണ്ട് നക്കിപ്പിക്കുക, അതുപോലെ വിരലുകൾക്കിടയിൽ നൈഫ് കൊണ്ട് അടിക്കുക, അങ്ങനെയൊക്കെയാണ് നമുക്ക് വാർത്തകളിലൂടെ പുറത്തു വരുന്ന വിവരങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ഈ മരണപ്പെട്ട കുട്ടിയുടെ അമ്മ തന്നെ പുറത്തുവിട്ടിട്ടുള്ള വാർത്താക്കുറിപ്പിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. ഈ കുട്ടികൾ ഇപ്പൊ മറ്റൊരു കുട്ടിയുടെ വേദന, തല ക്ലോസറ്റിനകത്ത് വെച്ച് ഫ്ലഷ് ചെയ്യുക, അപ്പൊ ഈ ഇങ്ങനത്തെ ക്രൂരകൃത്യങ്ങളിലേക്കൊക്കെ ഇവരെ തള്ളുന്നത് എന്താണ്? അതിന്
അപ്പോൾ നഷ്ടപ്പെട്ട കുട്ടിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരിക്കലും സാധിക്കില്ല. നമ്മുടെ പ്രതീക്ഷ ഇനി വരുന്ന ആ കുട്ടികളിലാണ്. അവരാണ് നമ്മുടെ രാജ്യത്തെയും സമൂഹത്തെയും ഒക്കെ നയിക്കേണ്ടത്. അവരെ ഇത്രയും ക്രൂരമാക്കി ചെയ്യാൻ, ഒരാൾക്ക് വേദന ഉണ്ടാവുമ്പോൾ അത് ആസ്വദിക്കുക, മരണം പോലും അവർ ഇൻസ്റ്റാഗ്രാമിൽ ആസ്വദിച്ചു എന്നാണ് ആ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സഹപാഠികൾ അവർക്ക് എന്താ സംഭവിക്കുന്നത്? അവർക്ക് എവിടെയാണ് പിഴയ്ക്കുന്നത്? നമ്മളിതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയേണ്ടി വരുമ്പോഴേക്കും ഈ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മൾക്ക് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട് വരുന്ന പല കാര്യങ്ങളുടെയും ഒരു റിഫ്ലക്ഷൻ പറയേണ്ടി വരും. അതിലൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരാശയം മനസ്സിലാക്കി ഇത് പറയാൻ പറ്റും. ഒരു കാലത്ത് ടി വി അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കുട്ടികൾ ടി വി കൂടുതൽ കാണുന്നു, ടി വിയിലൂടെ കണ്ടവർ മോശം കാര്യങ്ങളിലേക്ക് പോകുന്നു. ടി വി ഇപ്പോൾ അങ്ങനെ ആൾക്കാർ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കാണുന്നുണ്ടാവും തീർച്ചയായിട്ടും. ഓൺലൈൻ ആസ്പെക്ട്സിലേക്ക് വന്നപ്പോൾ, സോഷ്യൽ മീഡിയയുടെ ആസ്പെക്ട്സിലേക്ക് വന്നപ്പോഴേക്കും ലോകം മുഴുവൻ നടക്കപ്പെടുന്ന ഏത് കാര്യവും നമുക്ക് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരുപാട് വീഡിയോസ് ഉള്ള പോലെ തന്നെ ഏത് രീതിയിലേക്ക് മോശം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോകളൊക്കെ അവൈലബിൾ ആകുന്ന രീതിയിൽ ലോകം മുഴുവൻ ഒരു പ്ലാറ്റ്ഫോം ഇൻ്റർനെറ്റ് വന്നതിൻ്റെ, കോവിഡ് കാലത്ത് അത് കൂടുതലായിട്ട് ആളുകൾ ഇതിലേക്ക് കണ്ടതിൻ്റെ ഒക്കെ ഒരു സൈഡ് എഫക്ട്സുകളാണ് വന്നു തുടങ്ങിയിരിക്കുന്നത് വേണമെങ്കിൽ പറയാം. നമ്മുടെ സമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ അടിസ്ഥാന മനഃശാസ്ത്രം എന്താണ്? ഏതൊരു മനുഷ്യൻ്റെയും ഈ കുട്ടി എന്ത് കാണുന്നോ അതനുകരിക്കും, എന്ത് കേൾക്കുന്നോ അതിനെ എങ്ങനെ അവരുടേതായ രീതിയിലേക്ക് ആക്കാൻ പറ്റുമെന്ന് നോക്കും. അപ്പോൾ കുട്ടി കാണുന്ന സിനിമകൾ, അവർ കടന്നു പോകുന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെ തലങ്ങളിലൂടെ അവർ കിട്ടുന്ന വിവരങ്ങൾ, അവർ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന അതിനൂതനമായ കാര്യങ്ങളെല്ലാം ചേർത്ത് ക്രിയേറ്റീവ് ആകണം എന്നാണല്ലോ നമ്മൾ ആൾക്കാർ പറയുക. ക്രിയാത്മകതയുടെ കൂടെ ക്രൈമും കൂടെ വന്നു കഴിയുമ്പോഴേക്കും അവർ ഏറ്റെടുക്കുന്ന ഏതൊരു ദൗത്യത്തിലും ഈ ക്രിമിനൽ മൈൻഡ് സെറ്റും കൂടെ ബിൽഡ് ചെയ്യപ്പെടുന്ന രീതിയിൽ ഇവർ കാണുന്ന സിനിമകൾ, ഇവർ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ, അതിൻ്റെ കൂടെ ഇവർ ക്രിയാത്മകതയാണ് കൂടിയിട്ട് അവർ അതിനകത്തൊരു പ്ലഷർ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവൻ്റെ വേദന, അത് അനുഭവിക്കുന്നതിൻ്റെ വേദന ഇവർക്ക് ആനന്ദമായി മാറുന്നു. ഇതെവിടെയാണ് നമ്മൾ കാണുക? ഈ ആനന്ദം കാണുന്നപ്പോഴാണ്. നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഹിന്ദിയിൽ നിന്നും ആനിമൽ എന്ന് പറഞ്ഞ സിനിമ വന്നു. ആ ആനിമലിന് എല്ലാവരും കൈയടിച്ചു. ഓക്കെ, സ്വന്തം പിതാവിനോടുള്ള സ്നേഹത്തെ വ്യക്തമാക്കാൻ വേണ്ടി നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കുന്നതിനെ ആനന്ദത്തോടു കൂടി കണ്ടു. അതിനുശേഷം കിൽ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. ഞാൻ ഈ സിനിമകളുടെ പ്രൊമോട്ടറൊന്നുമല്ല, പക്ഷേ ഞാൻ ഈ സിനിമകളെക്കുറിച്ചൊന്ന് പഠിച്ചപ്പോൾ കിൽ എന്ന സിനിമ കണ്ടപ്പോഴും അതൊരു സിറ്റുവേഷനാണ് ക്രിയേറ്റ് ചെയ്യുക. സെൻസർ ബോർഡ് അതിനൊന്നും ചെയ്യാൻ പറ്റില്ലാത്ത രീതിയിലായിരിക്കും വന്നത്. നമ്മൾക്ക് മലയാളത്തിലേക്ക് മാർക്കോ വന്നു. അവിടെയും എന്താണ് സ്ക്രിപ്റ്റിലേക്കൊന്നും പോകുന്നില്ല. ഈ സിനിമകളൊക്കെ ഒരുപാട് പണം വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമകൾക്കകത്തെല്ലാം നമുക്ക് കൃത്യമായ രീതിയിൽ ഡീറ്റെയിലിംഗ് കൊടുക്കുകയാണ്. എങ്ങനെയാണ് കൊല്ലേണ്ടത്, കത്തി എങ്ങനെയാണ് കുത്തിയിറങ്ങുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വരിക. അപ്പോൾ ഇത് കണ്ടു വളരുന്ന കുട്ടി ഓക്കെ നാളെ മുതൽ കൊലപാതകത്തിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ള രീതിയിലേക്കല്ല വരുന്നത്. കാരണം അവൻ്റെ മുമ്പിൽ ഒരു ടെറർ കിട്ടി, ഒരു സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മുന്നും പിന്നും നോക്കാനുള്ള സാഹചര്യങ്ങളില്ല. ഓക്കെ, അതിനകത്ത് നായകൻ ശക്തമായിട്ട് എങ്ങനെയാണ് പ്രതികരിക്കുക? നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കുന്നു വരുമ്പോഴേക്കും മരണത്തോട് പേടിയില്ലാണ്ടായി, കൊലപാതകങ്ങളോട് പേടിയില്ലാണ്ടായി. ഞാൻ ഈ 3 സിനിമകളെ റെഫർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് രജനീകാന്തിൻ്റെ സിനിമയ്ക്കകത്ത് എനിക്കൊന്ന് മലയാളിയായ ഒരു നടൻ വില്ലനായിട്ട് അഭിനയിച്ചതിൻ്റെ അകത്തും ഒക്കെ എനിക്ക് തോന്നുന്നു അതിനകത്തും ഇതിൽ തലവെട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്താണ് ആസിഡിനകത്തേക്ക് പോകുന്നു, ആസിഡ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഈവൻ അത് ബേസിലെ അടിസ്ഥാനം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അഭിനയിച്ച മറ്റൊരു സിനിമയ്ക്കകത്തൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലുള്ള പല സിനിമകൾക്കകത്തൂടെ കാണുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വരുന്നതിൻ്റെ അകത്തും പത്രമാധ്യമങ്ങളിലായിക്കോട്ടെ ഓൺലൈൻ മാധ്യമങ്ങളിലായിക്കോട്ടെ ഡീറ്റെയിലിങ്ങിലേക്ക് പോവുകയാണ്. ഈ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുമ്പോൾ ഇപ്പം ഒരു മരണം എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം നമ്മുടെ പലപ്പോഴും വാർത്തകൾക്കകത്തില്ല. ഒരു ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനമായ എത്തിക്സൊക്കെ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മരണമായിക്കോട്ടെ അല്ലെങ്കിൽ കൊലപാതകമായിക്കോട്ടെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വരുമ്പോഴേക്കും ഡീറ്റെയിലിങ്ങിലേക്ക് പോകുമ്പോൾ ഇത് കാണുന്ന കുട്ടി പക്വതയില്ലാത്ത മനസ്സുകൊണ്ട് ഇവൻ ആർജിക്കുന്ന അറിവാണിത്. പരീക്ഷയ്ക്ക് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി മാത്രമല്ല. അപ്പോൾ അവൻ ആർജിക്കുന്ന ഈ അറിവ് കൊണ്ട് അവൻ്റെ ഉള്ളിലും ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് യഥാർത്ഥത്തിൽ ഫോം ചെയ്യപ്പെടുകയാണ്. അവനതിനെക്കുറിച്ച് ക്യൂരിയസ് ആണ്. ഈ കത്തി എങ്ങനെ കുത്തിയിറക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് തിരിച്ചു കഴിയുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു കഴിയുമ്പോൾ സംഭവിക്കപ്പെടുന്നതെല്ലാം വിഷ്വൽ ദൃശ്യമാധ്യമങ്ങളിലുണ്ട്, മറ്റു മാധ്യമങ്ങളിലുണ്ട്, ഒറിജിനലി സംഭവിക്കപ്പെടുന്ന കാര്യങ്ങളുണ്ട്. പെട്രോൾ എങ്ങനെ ഒഴിച്ചു, എവിടെ നിന്ന് വാങ്ങിച്ചു, എത്ര കാനയിലാണ്, എന്തോരം വേണം, എങ്ങനെ തീ കൊളുത്തണം, ഇതെല്ലാം ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിപ്പിക്കപ്പെടുമ്പോൾ ഈ പണ്ടാണെങ്കിൽ നമുക്ക് ഒരു പത്രത്തിൽ റിപ്പോർട്ടിങ് മാത്രമേ ഉള്ളൂ, വിഷ്വൽ മെമ്മറി ഇല്ല. ഇവിടെ വിഷ്വൽ മെമ്മറി ആക്ടിവേറ്റഡ് ആണ്. കാരണം എല്ലാം വിഷ്വലാണ്. ഏതെങ്കിലും ഒരു മാധ്യമത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല, ഏതെങ്കിലും ഒരു കാര്യത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. എവിടെയോ നമ്മൾ ഈ ധർമ്മങ്ങളൊക്കെ മറന്നപ്പോൾ ഇരയാക്കപ്പെടുന്നത്
അല്ലെങ്കിൽ കത്തിയും തോക്കും വടിവാളും ഒക്കെ ആയിട്ട് കടന്നു വരേണ്ടി വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളാണ് നിരപരാധികളായിട്ട് അല്ലെങ്കിൽ സന്തോഷമായിട്ട് ജീവിക്കേണ്ട കുട്ടികൾ തന്നെ ഇപ്പോൾ കൊലപാതകികളായിട്ട് മാറുന്നു, അല്ലെങ്കിൽ പ്രേരണാക്കുറ്റത്തിലേക്ക് വരുന്നു. മറ്റു ചില കുട്ടികളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ ഇവർ കണ്ട് കേട്ട് വളർന്നു വരുന്ന ഈ സമൂഹത്തിനകത്ത് പുറത്തേക്ക് വിടുന്ന പല കാര്യങ്ങളും ഓഡിറ്റ് ചെയ്യപ്പെടുകയോ എഡിറ്റ് ചെയ്യപ്പെടുകയോ കുറച്ചുകൂടി ഒന്ന് സൂക്ഷ്മതയോടുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ ചെയ്യേണ്ടതുണ്ടെന്നുള്ള ധർമ്മം കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ മറന്നു പോയിട്ടുണ്ട്. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ട് വന്നാലായിരിക്കും കൂടുതൽ ആളുകൾ കാണുക. അതൊരു നമ്മുടെ ഒരു നിലനിൽപ്പിൻ്റെയും കൂടെ ആവശ്യമായിരിക്കാം. പക്ഷേ പത്രധർമ്മമെന്നും മാധ്യമധർമ്മമെന്നും ഒക്കെ പഠിക്കപ്പെടുന്ന മനഃശാസ്ത്രത്തിൻ്റെയും ഭാഗമായിട്ട് ജേർണലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് വന്നതൊക്കെ എവിടെയൊക്കെയോ പോയതുമൊക്കെയും അറിഞ്ഞോ അറിയാതെ ഇപ്പോൾ ആരുടെയും കൺട്രോളില്ലാത്ത രീതിയിലേക്ക് ഇത് പോയി കഴിഞ്ഞു. ഇത് കുട്ടികൾക്ക് സംബന്ധിച്ചിടത്തോളം ഫിൽറ്ററില്ല. അവരാ കാണുന്നത് വരുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റി ഫാക്ടറും കൂടെ വെച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെട്ടതാകാം ഇതിന് ഒരു കാരണമായിട്ട് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാവുന്നത്. അപ്പോൾ ആരെയും പ്രതിസ്ഥാനത്ത് നിർത്തുകയല്ല, നമ്മളെല്ലാം ഇത് ഏറ്റെടുക്കേണ്ടി വരുമെന്നുള്ളത് മാത്രമാണ് ഒരു കാര്യം. വളർന്നു വരുന്ന കുട്ടി കാണുന്നത് അനുകരിക്കും, അവർ കേൾക്കുന്നതിലേക്ക് ഫോളോ ചെയ്യാൻ നോക്കും. എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള ടീനേജാണ്, എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള ഒരു വലിയൊരു താളവും മനസ്സും ഉള്ള സമയമാണ്. അപ്പോൾ ഒരു ഇരയെ കിട്ടിയപ്പോൾ അവർക്ക് പഠിച്ച പല സാധനങ്ങളും അവർ പോലും അറിയാതെ അവരിലേക്ക് ആക്ട് ചെയ്യപ്പെട്ടപ്പോൾ നമുക്ക് അവർ ഇരകളായി, അവർ ഒരു രീതിയിൽ ഇരകളായി, അവർക്കെതിരെ കേസും മറ്റു കാര്യങ്ങളൊക്കെ വന്നേക്കാം. അവർ കുടുംബം പെട്ടു, നമുക്ക് ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇത്തരത്തിൽ ഒട്ടനവധി കേസുകൾ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് മേഖലയിലേക്കാണെങ്കിലും, ചലച്ചിത്രമായിക്കോട്ടെ മറ്റു മേഖലയായിക്കോട്ടെ, ഏത് കാര്യമാണെങ്കിലും കുറച്ചുകൂടെ അത് സൂക്ഷ്മത പുലർത്തിയില്ലെങ്കിൽ എങ്ങനെ കൂടുതൽ കൊല്ലാമെന്നും എങ്ങനെ കൂടുതൽ ജീവൻ നഷ്ടപ്പെടുത്താമെന്നുള്ളതിലേക്ക് തലത്തിലേക്ക് വരുമ്പോൾ ജീവൻ കൂടുതൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.